ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് യാത്രാമൊഴി നൽകി രാജ്യം. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നിഗംബോധ് ഘട്ടിൽ നടന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ അനുശോചന പ്രവാഹം. മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കഴിഞ്ഞ സാമ്പത്തിക വർഷം രാജ്യത്തുണ്ടായത് എക്കാലത്തെയും ഉയർന്ന കൽക്കരി ഉൽപാദനമെന്ന് കേന്ദ്ര സർക്കാർ. ദക്ഷിണേന്ത്യയിലെ ഏവിയേഷൻ ഹബ്ബ് എന്ന നിലയിലേക്ക് ഉയരുന്നത് ലക്ഷ്യമിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചൈനയിൽ നടക്കുന്ന കിങ്സ് കപ്പ് ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ഓപ്പണിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ സെമിയിൽ. ഹോക്കി ഇന്ത്യ ലീഗിന് ഒഡീഷയിലെ റൂർക്കേലയിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് യാത്രാമൊഴി നൽകി രാജ്യം. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ന്യൂഡൽഹിയിലെ നിഗംബോധ് ഘട്ടിൽ നടന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത് ഷാ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. രാവിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വച്ച ഭൌതികദേഹത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ നേതാക്കളും പ്രവർത്തകരും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും ഉൾപ്പെടെ നിരവധി പേരാണ് എത്തിയത്. തുടർന്ന് നടന്ന വിലാപയാത്രയെ വൻ ജനാവലി അനുഗമിച്ചു. വ്യാഴാഴ്ച രാത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചത്. 92 വയസ്സായിരുന്നു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങിന്റെ പശ്ചാത്തലത്തിൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ ഡൽഹിയിൽ ഗതാഗത നിയന്ത്രണം. റിംഗ് റോഡ്, നിഷാദ് രാജമാർഗ്, ബൊളിവാർഡ് റോഡ്, ശ്യാമപ്രസാദ് മുഖർജി മാർഗ്, ലോധിയൻ റോഡ്, നേതാജി സുഭാഷ് മാർഗ് എന്നിവിടങ്ങളിലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ കത്ത് സർക്കാരിന് ലഭിച്ചതായും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്നലെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഖാർഗെയെയും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കുടുംബത്തെയും ഈ വിവരം അറിയിച്ചിരുന്നു. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരാഞ്ജലി അർപ്പിച്ച് രാജ്യം. അനുശോചന പ്രവാഹത്തിൽ രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന നിലയിലും സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിലും മൻമോഹൻ സിംഗ് സമൂഹത്തിന് നൽകിയ സംഭാവനകൾ അനുസ്മരിക്കപ്പെട്ടു. നിരവധി ലോക നേതാക്കളും മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരും മറ്റ് മുതിർന്ന നേതാക്കളും ഡോക്ടർ മൻമോഹൻ സിംഗിന് ഇന്നലെ ന്യൂഡൽഹിയിലെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, മുതിർന്ന പാർട്ടി നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങി നിരവധി കോൺഗ്രസ് നേതാക്കളും മുൻ പ്രധാനമന്ത്രിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ മുന്നേറ്റത്തിൽ മൻമോഹൻ സിംഗ് നിർണായക പങ്കാണ് വഹിച്ചതെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അനുശോചന സന്ദേശത്തിൽ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ മൻമോഹൻ സിംഗിന്റെ സംഭാവനകൾ വലുതാണെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ അനുസ്മരിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി, US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തുടങ്ങിയവരും അനുശോചനം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 2023-24 വർഷത്തിൽ എക്കാലത്തെയും ഉയർന്ന കൽക്കരി ഉൽപാദനമാണ് രാജ്യത്തുണ്ടായതെന്ന് കൽക്കരി മന്ത്രാലയം. കൽക്കരി ഉൽപാദനത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 11.71% വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വർഷം 998 ദശലക്ഷം ടൺ കൽക്കരി ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. അടുത്ത 5 വർഷത്തിനുള്ളിൽ തദ്ദേശീയ അസംസ്കൃത കോക്കിംഗ് കോൾ ഉൽപാദനം 140 ദശലക്ഷം ടണ്ണിലെത്തുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഈ സാമ്പത്തിക വർഷം 4 ഘട്ടങ്ങളിലായി നിർണായക ധാതുക്കളുടെ 24 ബ്ലോക്കുകൾ ഉൾപ്പെടെ 88 മിനറൽ ബ്ലോക്കുകളുടെ ലേലം വിജയകരമായി പൂർത്തിയാക്കിയതായി കേന്ദ്ര സർക്കാർ. നാഷണൽ മിനറൽ എക്സ്പ്ലോറേഷൻ ട്രസ്റ്റ് 609 കോടി രൂപയുടെ 120 പര്യവേക്ഷണ സംഭരണ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ പോളിംഗ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ മാവോയിസ്റ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി ഇന്നലെ ഛത്തീസ്ഗഡിലെയും ഝാർഖണ്ഡിലെ ഗിരിദിഹ് ജില്ലയിലെയും വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. പരിശോധനയിൽ ലഘുലേഖകൾ, ബുക്ക്ലെറ്റുകൾ, മൊബൈൽ ഫോണുകൾ, ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവയും 1.5 ലക്ഷം രൂപയും ഉൾപ്പെടെ പിടിച്ചെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ 117ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി തത്സമയം കേൾക്കാവുന്നതാണ്. തുടർന്ന് പ്രാദേശിക ഭാഷകളിലും മൻ കി ബാത്ത് ലഭ്യമാകും. കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളം സിയാലിന്റെ പുതിയ സംരംഭമായ താജ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയാണ് ചടങ്ങ് നടന്നത്. പ്രവർത്തനം ആരംഭിച്ച വിവിധ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ ദക്ഷിണേന്ത്യയിലെ ഏവിയേഷൻ ഹബ്ബ് എന്ന നിലയിലേക്ക് സിയാൽ ഉയരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തക്കവിധമുള്ള ഭാവി പരിപാടികളാണ് സിയാൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരുന്നത്. ഇപ്പോൾ നടപ്പാക്കി വരുന്ന പ്രവൃത്തികൾ പൂർത്തിയാകുന്നതോടെ ദക്ഷിണേന്ത്യയിലെ ഏവിയേഷൻ ഹബ്ബ് എന്ന നിലയിലേക്ക് സിയാലിന് ഉയരാൻ കഴിയും. കൂടുതൽ വിമാന കമ്പനികളെ ആകർഷിക്കുക, പ്രാദേശികമായ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, പരമാവധി സേവനങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുക, അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നിവയിലൂടെ രാജ്യത്തിന്റെ തന്നെ പ്രവേശന കവാടമായി മാറുക എന്നതാണ് സിയാലിന്റെ ലക്ഷ്യം. ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാവി പദ്ധതികളാണ് സിയാൽ ആസൂത്രണം ചെയ്തിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. കൂടുതൽ വിമാന കമ്പനികളെ ആകർഷിക്കുക, പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, കൂടുതൽ സേവനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുക തുടങ്ങിയവയാണ് പ്രധാന പ്രവർത്തനങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. ചൈനയിലെ ഷെൻസിൽ നടക്കുന്ന കിങ്സ് കപ്പ് ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ഓപ്പണിൽ ചൈനീസ് താരം ആംഗസ് എൻജി കാ ലോങ്ങിനെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ലക്ഷ്യസെൻ സെമിയിൽ പ്രവേശിച്ചു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ലക്ഷ്യസെൻ ചൈനീസ് താരം ഹു സെ ആനെ നേരിടും. ഹോക്കി ഇന്ത്യ ലീഗിന്റെ 2024-25 പതിപ്പ് ഇന്ന് ഒഡീഷയിലെ റൂർക്കേലയിൽ ആരംഭിക്കും. രാത്രി ബിർസ മുണ്ട സ്റ്റേഡിയത്തിൽ ഡൽഹി SG പൈപ്പേഴ്സ് ഗോനാസിക്കയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:15 മത്സരം. പുരുഷന്മാരുടെ ലീഗ് 2 ഘട്ടങ്ങളിലായാണ് നടക്കുക. ഒന്നാം ഘട്ടം ഇന്നു മുതൽ ജനുവരി 18 വരെ നടക്കും. രണ്ടാം ഘട്ടം ജനുവരി 19 ആരംഭിക്കും. സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ബംഗാൾ സർവീസസിനെയും രാത്രി 7:30 കേരളം മണിപ്പൂരിനെയും നേരിടും. ഹിമാചൽ പ്രദേശ്, ജമ്മുകശ്മീർ തുടങ്ങിയ ഇടങ്ങളിൽ മഞ്ഞുവീഴ്ച ശക്തമായതോടെ വിനോദസഞ്ചാരികൾക്ക് ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം. അടുത്ത 3 ദിവസം രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ചണ്ഡിഗഡ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത മൂടൽമഞ്ഞിനും സാധ്യതയുണ്ട്. മധ്യപ്രദേശിൽ ഇടിമിന്നലോടുകൂടിയ ആലിപ്പഴ വർഷത്തിന് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. പഞ്ചാബ്, ഹരിയാന, ചണ്ഡിഗഡ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ മഴ മുന്നറിയിപ്പും ഉണ്ട്. വായു ഗുണനിലവാരം മെച്ചപ്പെട്ടതിനെ തുടർന്ന് ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും ഏർപ്പെടുത്തിയിരുന്ന മലിനീകരണ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി. ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ GRAP 3 പ്രകാരമുള്ള മലിനീകരണ നിയന്ത്രണങ്ങളാണ് പിൻവലിച്ചത്. ഡൽഹിയിൽ വായു ഗുണനിലവാര സൂചിക ഇന്ന് 140 രേഖപ്പെടുത്തി. കിഴക്കൻ മെക്സിക്കോയിൽ പാസഞ്ചർ ബസും സെമി ട്രെയിലർ ട്രക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 8 പേർ മരിക്കുകയും 27 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കിഴക്കൻ സംസ്ഥാനമായ വെരാക്രൂസിലെ പെറൂട്ട് സലാപ്പ ഹൈവേയിൽ ഇന്നലെയാണ് അപകടമുണ്ടായത്. അപകട കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംയുക്ത സൈനികാഭ്യാസമായ സൂര്യകിരണിന്റെ 18ാമത് എഡിഷനിൽ പങ്കെടുക്കാൻ 334 പേരടങ്ങുന്ന ഇന്ത്യൻ കരസേനാ സംഘം ഇന്ന് നേപ്പാളിലേക്ക് പുറപ്പെട്ടു. ഈ മാസം 31 മുതൽ അടുത്ത മാസം 13 വരെയാണ് പരിപാടി. പർവ്വത മേഖലകളിലെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ, ദുരന്ത നിവാരണം തുടങ്ങിയവയിൽ പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയാണ് സൈനിക അഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് എയർ കേരള എയർലൈൻ സർവീസ് ആരംഭിക്കുന്നതിന്റെ ധാരണാപത്രം തിങ്കളാഴ്ച ഒപ്പുവയ്ക്കും. കേരള സർക്കാരിനും സിയാലിനും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുമായി 26% ഓഹരിയുള്ള സ്ഥാപനമാണ് എയർ കേരള. കണ്ണൂരിന് പുറമെ കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്നായിരിക്കും സർവീസ്. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് യാത്രാമൊഴി നൽകി രാജ്യം. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നിഗംബോധ് ഘട്ടിൽ നടന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ അനുശോചന പ്രവാഹം. മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കഴിഞ്ഞ സാമ്പത്തിക വർഷം രാജ്യത്തുണ്ടായത് എക്കാലത്തെയും ഉയർന്ന കൽക്കരി ഉൽപ്പാദനമെന്ന് കേന്ദ്ര സർക്കാർ. ദക്ഷിണേന്ത്യയിലെ ഏവിയേഷൻ ഹബ്ബ് എന്ന നിലയിലേക്ക് ഉയരുന്നത് ലക്ഷ്യമിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചൈനയിൽ നടക്കുന്ന കിങ്സ് കപ്പ് ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ഓപ്പണിൽ ഇന്ത്യയുടെ ലക്ഷ്യസെൻ സെമിയിൽ. ഹോക്കി ഇന്ത്യ ലീഗിന് ഒഡീഷയിലെ റൂർക്കേലയിൽ ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.